സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് മെയ് 5 കാൾ മാർക്സിൻ്റെ ജന്മദിനം. ഇന്ന് ലോകത്ത് എമ്പാടും ചൂഷണം അനുഭവിക്കുന്ന മുഴുവൻ ആൾക്കാരും ഇന്നത്തെ ലോക പ്രതിസന്ധി കണ്ട് അമ്പരന്ന് നിൽക്കുന്ന ഏതൊരാളും ഓർക്കുന്ന ഒരു നാമമാണ് കാൾ മാർക്സിൻ്റേത്. ഉന്നതനായ ഒരു തത്വചിന്തകൻ, സാമൂഹ്യ ശാസ്ത്രജ്ഞൻ, തൻ്റെ ജീവിതം അപ്പാടെ തൊഴിലാളി വർഗ മുന്നേറ്റത്തിനും സാമൂഹ്യ വിപ്ലവത്തിനുമായി സ്വയം സമർപ്പിച്ച ഉന്നതനായ വിപ്ലവകാരി, തൊഴിലാളി വർഗത്തിൻ്റെ ഉറ്റ നായകൻ. ഈ കാൾ മാർക്സിനെ അറിയാതെ, പഠിക്കാതെ ഇന്ന് ലോകത്ത് ചൂഷണം അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോവുക അസാധ്യം. മാർക്സ് ആരെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത് SUCI, സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻറ്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് എന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ്. 4-5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, നന്നേ ചെറുപ്പമായിരിക്കുമ്പോൾ ഈ പാർട്ടിയുമായി ബന്ധപ്പെടാൻ എനിക്ക് അവസരം വന്നു. ആ അവസരം എനിക്ക് ചില പുതിയ അറിവുകൾ പ്രദാനം ചെയ്തു. അതിലൊരു വലിയ അറിവായിരുന്നു കാൾ മാർക്സ് എന്ന ആ ആചാര്യൻ. മാർക്സിസം, അദ്ദേഹത്തിൻ്റെ ദർശനം എങ്ങനെ ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തെ മോചനത്തിലേക്ക് നയിക്കുന്നുവെന്ന് അന്ന് സിദ്ധാന്തപരമായും ചരിത്രപരമായും പ്രായോഗികവുമായുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. ദ്വന്ദ്വാത്മക ഭൗതികവാദം എന്ന ദർശനത്തിൻ്റെ ആധാരമായ ആശയങ്ങൾ മനസ്സിലായപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെയും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം മാർക്സിസം വഴി തൊഴിലാളി വർഗം സാധിച്ചെടുക്കുവാൻ പോകുന്ന ഒരടിസ്ഥാന പരിവർത്തനത്തിലൂടെ മാത്രമേ നടക്കൂ എന്ന് മനസ്സിലായി. മറ്റെന്തിനേക്കാളും ഇന്ന് ആവശ്യകത നമ്മുടെ രാജ്യത്തിന് കമ്മ്യൂണിസ്റ്റ് പോരാളികളെയാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ആ വഴിക്ക് പരിശ്രമമെല്ലാം തിരിച്ചുവിടുകയാണ് ഞാൻ ചെയ്തത്. ഈ കാൾ മാർക്സ് ഇന്ന് ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ നേതൃത്വമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതമാകട്ടെ ആത്മാർപ്പണത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. കാൾ മാർക്സും അതികായനായ ഒരു ബുദ്ധിജീവി, നിയമ പണ്ഡിതൻ, ചരിത്രവും തത്വശാസ്ത്രവും അഗാധമായി ഉൾക്കൊണ്ടയാൾ. പക്ഷേ അദ്ദേഹം സാമൂഹ്യശാസ്ത്ര പഠനത്തിലാണ് തൻ്റെ ശ്രദ്ധ അപ്പാടെ ചെലുത്തിയത്. ആ പരിശ്രമത്തിൽ അദ്ദേഹം തത്വചിന്ത ആഴത്തിൽ മനസ്സിലാക്കി, സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി ഈ മുതലാളിത്ത സംവിധാനത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന വർഗസമരത്തിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് ചേർന്നേ മതിയാകും എന്ന്. അതുകൊണ്ട് അദ്ദേഹം തത്വചിന്തയിലേക്ക് കൂടുതൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങി.
അദ്ദേഹം അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഉറ്റ ചങ്ങാതിയായ ഫ്രെഡറിക് എംഗൽസ് ഏതാണ്ട് സമാനമായ ചിന്താഗതിയോടെ അവർ പരസ്പരം പരിചയപ്പെട്ടു. തുടർന്ന് അവരുടെ ജീവിതമാകെ ഏറ്റവും ആത്മാർത്ഥമായ ഒരു സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ദിനങ്ങളായി. അതുകൊണ്ട് അവർ ഇരുവരും ചേർന്ന് സൃഷ്ടിച്ച ഈ തത്വചിന്തയുടെ പേര് മാർക്സിസം എന്നേ ഉള്ളുവെങ്കിലും എംഗൽസിനും അതിൽ പങ്കുണ്ട് എന്ന കാര്യം ഏവർക്കും അറിയാം. പക്ഷേ മാർക്സിൻ്റെ അതുല്യമായ നേതൃത്വം സമ്പൂർണ്ണമായി അംഗീകരിച്ചിരുന്ന എംഗൽസ് മാർക്സിനെ അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളിലും അംഗീകരിച്ചിരുന്ന എംഗൽസ് എളിമയോടെ അദ്ദേഹത്തെ നേതാവായും തൻ്റെ ആചാര്യനായും കരുതി. മാർക്സിസമാണ് ഈ തത്വചിന്തയ്ക്ക് കൊടുക്കേണ്ടുന്ന അർഹമായ പേര് എന്ന് എംഗൽസ് വിശ്വസിച്ചു. കേവലം സൈദ്ധാന്തിക പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നടക്കുന്നവരായിരുന്നില്ല ഇവരിരുവരും. വളരെ സജീവമായ രാഷ്ട്രീയ പ്രായോഗിക പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്നവരുമായിരുന്നു. അവരുടെ ദർശനത്തിൽ സാമൂഹ്യശാസ്ത്ര വിശകലനങ്ങളും വന്നു. ചരിത്രപരമായ ഭൗതികവാദം എന്ന ഒരു പഠന ശാഖ അവരിരുവരും ചേർന്ന് രൂപപ്പെടുത്തിയെടുത്തു. അവരുടെ തത്വചിന്താ പദ്ധതി ദ്വന്ദ്വാത്മക ഭൗതികവാദമാണ്. ഈ ദ്വന്ദ്വാത്മക ഭൗതികവാദത്തോടൊപ്പം ചരിത്രപരമായ ഭൗതികവാദം കൂടി ഉൾച്ചേരുമ്പോൾ സമഗ്രമായ ഒരു പ്രായോഗിക തത്വചിന്താ പദ്ധതിയായി അത് മാറി. പ്രായോഗിക തത്വചിന്താ പദ്ധതി എന്ന് പറയുമ്പോൾ ജർമ്മനി എന്ന തത്വചിന്താ മേഖലയിൽ വിഹരിക്കുന്ന ചിന്തിക്കുന്ന നിരവധി മഹാന്മാരുടെ രാജ്യമായിരുന്നുവെങ്കിലും തത്വചിന്തകർ പൊതുവെ പ്രവൃത്തി രംഗത്തുണ്ടായിരുന്നില്ല. തത്വചിന്ത സാമാന്യേന ചർച്ചയുടെ തലത്തിലേ ഉണ്ടായിരുന്നു. മറിച്ച് മാർക്സും എംഗൽസും തൊഴിലാളി വർഗത്തിൽ ഏറ്റവും ചടുലവും പുരോഗമനകരവും വിപ്ലവകരവുമായ ഒരു സാമൂഹ്യ രംഗത്തെ കണ്ടുകൊണ്ട് വളർന്നു വരുന്ന തൊഴിലാളി, പുതുതായി ഉദിച്ചുയരുന്ന തൊഴിലാളി വർഗത്തെ മനസ്സിലാക്കി അവരുടെ ചരിത്രപരമായ പങ്കെന്താണ് എന്ന് ഉൾക്കൊണ്ട് അവരെ ആ പങ്ക് നിർവഹിക്കാൻ പ്രാപ്തമാക്കാനുള്ള സംഘടിതമായ പരിശ്രമങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെ കേവലം സൈദ്ധാന്തികർ മാത്രമല്ല, വളരെ വളരെ പ്രായോഗികമായ പ്രവർത്തനത്തിന് മുൻനിരയിൽ നിന്ന് ഒരു പുതിയ വർഗ സംഘടനയെ രൂപപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന അതികായന്മാരായ സംഘാടകരുമായി, നേതാക്കന്മാരുമായി അതും അവർ മാറി. വളരെ ദുരിതം പിടിച്ച ഒരു കുടുംബജീവിതമായിരുന്നു മാർക്സിൻ്റേത്. വളരെ ദാരിദ്ര്യം പിടിച്ച കുടുംബജീവിതം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജെന്നിയും കുട്ടികളും വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചു. പക്ഷേ എംഗൽസിൻ്റെ നിസ്വാർത്ഥവും ഹൃദയംഗമവുമായ സഹായങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ മാർക്സിൻ്റെ കുടുംബം വളരെ അനാഥമായിപ്പോയി, വളരെ സങ്കടകരമായ അവസ്ഥയിലായിപ്പോയി. മറിച്ച് മാർക്സിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം പത്രപ്രവർത്തകൻ എന്ന നിലയിലായിരുന്നു. പക്ഷേ അദ്ദേഹം പത്രാധിപത്യം നടത്തിയോ ലേഖനം എഴുതി കൊടുത്തോ ചെന്നു ചേർന്ന പത്രങ്ങളെല്ലാം അതിലെ വിപ്ലവ ആശയങ്ങളെ ചൊല്ലി
അതിൽ നിന്ന് പുറത്താക്കുകയും നാടുകടത്തുകയും ഒക്കെ ചെയ്യുന്ന നിരന്തരമായ സർക്കാർ ഭരണകൂട പീഡനത്തിന് ഇരയാകേണ്ടി വന്നു മാർക്സിനും കുടുംബത്തിനും. അവസാനം ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസിലേക്കും, ഫ്രാൻസിൽ നിന്ന് ബെൽജിയത്തിലേക്കും, ബെൽജിയത്തിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കുമൊക്കെയുള്ള നാടുകടത്തലിന് അവസാനം ലണ്ടനിൽ മാർക്സും കുടുംബവും കൊടിയ ദാരിദ്ര്യത്തിൽ സെറ്റിൽ ചെയ്യുകയാണ് ചെയ്തത്. ദീർഘകാലം അദ്ദേഹം ലണ്ടനിൽ തന്നെയായിരുന്നു താൻ. പക്ഷേ അദ്ദേഹം തൻ്റെ പഠനത്തിന് ഏറിയ പങ്കും ചെലവഴിച്ചത് മുതലാളിത്ത സംവിധാനത്തിൻ്റെ കാതലായ രീതികളും സ്വഭാവങ്ങളും പഠിക്കാനും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. തങ്ങളുടെ തത്വചിന്താ പദ്ധതി രൂപപ്പെടുത്തിയെടുക്കുവാൻ അതിനകം തന്നെ മാർക്സിന് കഴിഞ്ഞിരുന്നു. ദ്വന്ദ്വാത്മക ഭൗതികവാദവും ചരിത്രപരമായ ഭൗതികവാദവും. ചരിത്രപരമായ ഭൗതികവാദത്തിൽ അദ്ദേഹം വെളിവാക്കിയത് പ്രകൃതി മേഖലയിൽ എന്നതുപോലെ തന്നെ നിയതമായ നിയമങ്ങൾ സമൂഹത്തിൻ്റെ പുരോഗതിയിലും വളർച്ചയിലുമുണ്ട്. പ്രകൃതി ചലനാത്മകമാണ്. ആ ചലനാത്മകമായ പ്രകൃതി വളരെയധികം ദ്വന്ദ്വാത്മകമായാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ദ്വന്ദ്വാത്മകത എന്നാൽ വളർച്ചയുടെയും വികാസത്തിൻ്റെയും തത്വമാണ്. കേവലം അളവിൽ ഉള്ള മാറ്റം മാത്രമല്ല, ഗുണപരമായി തന്നെ ഭൗതിക വസ്തുവിനെ പോലെ സമൂഹവും മാറുന്നു. ഈ ദ്വന്ദ്വാത്മകത ജർമ്മനിയിലെ പ്രധാനപ്പെട്ട ഒരു തത്വചിന്തകനായ ഹെഗലിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ടു. അതുപോലെ തന്നെ ഫ്യൂർബാഹ് എന്ന മറ്റൊരു തത്വചിന്തകനിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ സമകാലികനായ തത്വചിന്തകനിൽ നിന്ന് അടിയുറച്ച ഭൗതികവാദവും അദ്ദേഹം ഉൾക്കൊണ്ടു. അങ്ങനെ വളരെ വ്യക്തമായ സുവ്യക്തമായ ശാസ്ത്രീയ വീക്ഷണവും തത്വചിന്ത വീക്ഷണവും സമൂഹത്തിൻ്റെ മാറ്റത്തെ സംബന്ധിച്ച ശാസ്ത്രീയമായ ഒരു സമീപനവും സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് സമൂഹത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, അന്ന് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന എന്നത് മാത്രമല്ല, പുതുതായി നാടുവാഴിത്ത സംവിധാനത്തിൽ ഉദയം ചെയ്ത് ക്രമേണ വളർന്ന് പന്തലിച്ചുകൊണ്ടിരുന്ന മുതലാളിത്ത സാമൂഹ്യ ക്രമത്തെ ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആ വിധത്തിൽ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ പാത ഏതെന്ന് കണ്ടെത്തുവാനുമുള്ള പരിശ്രമങ്ങൾ അദ്ദേഹം തുടങ്ങി. അതിൻ്റെ ഫലം, ദീർഘകാലത്തെ പരിശ്രമങ്ങളുടെ ഫലം മൂലധനം എന്ന കൃതിയായി. ആ കൃതിയിലൂടെ അദ്ദേഹം സിദ്ധാന്തിച്ചത് ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ക്ലാസിക്കൽ പൊളിറ്റിക്കൽ ഇക്കണോമിയിൽ അവിടെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ലേബർ തിയറി ഓഫ് വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ മാർക്സ് നടത്തിയ ഗവേഷണങ്ങളിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയത് ലേബറാണ് എല്ലാ മൂല്യങ്ങളുടെയും സൃഷ്ടാവ് എന്നത് ശരി തന്നെ. പക്ഷേ മൂലധനം, മുതലാളിമാർ നിക്ഷേപിക്കുന്ന മൂലധനം
അത് വരുന്നത് തൊഴിലാളികളിൽ നിന്ന് ലഭിക്കുന്ന മിച്ച മൂല്യത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ അധ്വാന ഫലമാണ് മുതലാളി വർഗം സമാഹരിച്ചെടുക്കുന്ന മൂലധനവും ലാഭവും എല്ലാമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ അദ്ദേഹം കണ്ടെത്തി. അത് സാമൂഹ്യശാസ്ത്ര രംഗത്തൊരു വിസ്ഫോടനമായിരുന്നു. എന്ന് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തും അത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. തൊഴിലാളി വർഗം തങ്ങളുടെ അധ്വാനത്തിൻ്റെ പ്രാധാന്യത്തെ കണ്ടറിയുവാൻ തുടങ്ങി. വർഗം സ്വയം വർഗത്തെ കണ്ടെത്തി. എന്ന് മാത്രമല്ല, യൂറോപ്പിലുടനീളം തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ അവരുടെ ആവശ്യകതകൾ ഉന്നയിച്ചുകൊണ്ടുള്ള സംഘടനകൾക്ക് രൂപം നൽകുവാൻ തുടങ്ങി. മാർക്സും എംഗൽസും മനസ്സിലാക്കിയത്, പ്രചരിപ്പിച്ചത്, ഈ തൊഴിലാളി വർഗം ആണ് ഇനി സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിയുക്തമായിട്ടുള്ള വർഗം, ചരിത്രം നിയോഗിച്ചിട്ടുള്ള വർഗം. കാരണം മുതലാളിത്ത സംവിധാനത്തിൽ ഈ തൊഴിലാളി വർഗത്തെ പിഴിഞ്ഞുണ്ടാക്കുന്ന മൂലധനം വെച്ച് നടത്തുന്ന ചൂഷണം മുതലാളിത്ത സംവിധാനത്തിലാകെ അരക്ഷിതാവസ്ഥ ആണ് സൃഷ്ടിക്കുന്നത്. വൻതോതിൽ വർദ്ധിച്ചു വരുന്ന ഉൽപാദന ശക്തികൾ, ആ ഉൽപാദന ശക്തികൾക്ക് താങ്ങാനാവാത്ത വിധം ഉൽപാദന ബന്ധങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന സമൂഹത്തിലെ സംഘർഷമാണ് സാമൂഹിക മാറ്റത്തിന് കാരണം എന്ന അടിസ്ഥാന തത്വം ചരിത്രപരമായ ഭൗതികവാദത്തിലെ അടിസ്ഥാനപരമായ തത്വം മാർക്സ് മുന്നോട്ട് വച്ചു. അത് ആ കാലത്ത് വളരെ വലിയൊരു വെളിവായിരുന്നു, ഒരു വെളിച്ചം, പുതിയ വെളിച്ചം. അതുകൊണ്ട് കാർൽ മാർക്സ് പറഞ്ഞു, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, ഈ മുതലാളിത്തം എന്ന സാമൂഹ്യ വ്യവസ്ഥയിലും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. സമൂഹം പിന്നെയും പോകും, ചലിക്കും മുന്നോട്ട്. പക്ഷേ എങ്ങോട്ടാണ് അതിൻ്റെ യാത്ര? കാരണം ഫ്രഞ്ച് വിപ്ലവവും ജനാധിപത്യ വിപ്ലവവുമെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ട് യൂറോപ്പിൽ ഏതാനും നാളുകളെ ആയിട്ടുള്ളൂ. പുതിയ മുതലാളിത്തം ഉയർന്നു വരികയാണ്. ഉയർന്നു വരുമ്പോൾ നവജാത മുതലാളിത്തത്തിന് തന്നെ അതിൽ സഹജമായ പ്രതിസന്ധികളുണ്ട്. തൊഴിലാളി വർഗം അവർ ആഗ്രഹിച്ച മോചനം അവർക്ക് ലഭിച്ചിട്ടില്ല. സാധാരണ ജനങ്ങൾക്കും അത് ലഭിച്ചിട്ടില്ല. ലിബർട്ടി, ഫ്രട്ടേണിറ്റി, ഫ്രീഡം ഇങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങളുമായി വന്ന ജനാധിപത്യ സമരങ്ങൾ, വിപ്ലവങ്ങൾ, ഫ്രഞ്ച് വിപ്ലവം ഉൾപ്പെടെ എന്താണോ ലക്ഷ്യം വെച്ചത് നേടാൻ അവർക്ക് കഴിയുന്നില്ല. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സമൂഹത്തിൽ, പുതുതായി രൂപം കൊള്ളുന്ന സമൂഹത്തിൽ മുതലാളി വർഗത്തിനോടൊപ്പം ഏതാണ്ട് പ്രത്യഭിമുഖം നിൽക്കുന്നത് തൊഴിലാളി വർഗമാണ്. വീണ്ടും അവരുടെ സംഘടിത ശക്തിയോടെയും അവരുടെ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ തൊഴിലാളി വർഗത്തെ റവല്യൂഷണറി വർഗമായി മാർക്സും എംഗൽസും മനസ്സിലാക്കി അവരുടെ ഒരു സംഘടന, ഒരു ആഗോള സംഘടന രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങി. അങ്ങനെ ഒന്നാം ഇൻ്റർനാഷണൽ അവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു. അത് വലിയ അതിശയകരമായൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ. മാർക്സ്, എംഗൽസ് എന്നീ രണ്ട് വലിയ തത്വചിന്തകരുടെ, സംഘാടകരുടെ
നേതൃത്വത്തിൽ യൂറോപ്പ് ആകമാനമുള്ള അമേരിക്കയിലുമുള്ള ഇത്രയുമാണ് വികസിത രാജ്യങ്ങളെന്ന് മറ്റേഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ പിന്നിൽ കിടക്കുകയാണ്. അഥവാ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനിയായിട്ടിരിക്കുകയാണ് പല രാജ്യങ്ങളും. അവിടെ അതിനകം തന്നെ മുതലാളിത്തം പ്രതിസന്ധിഗ്രസ്തമായി കഴിഞ്ഞിരുന്നു. മാറ്റത്തിന് മുതലാളി വർഗത്തെ സ്ഥാനഭ്രഷ്ടമാക്കി ഉൽപാദനത്തിൻ്റെ നിയന്ത്രണം തൊഴിലാളി വർഗം ഏറ്റെടുത്തേ പറ്റൂ എന്ന സിദ്ധാന്തം മാർക്സും എംഗൽസും മുന്നോട്ട് വച്ചു. കാരണം മുതലാളിത്തം കൊണ്ടുവന്ന ഉൽപാദന ശക്തികളുടെ അഭൂതപൂർവമായ വളർച്ച മുതലാളിത്തത്തിന് തന്നെ നിയന്ത്രിക്കാനാവുന്നില്ല. മുതലാളിത്തത്തിന് പലപ്പോഴും ആ ഉൽപാദന ശക്തികളെ നിർവീര്യമാക്കേണ്ടി വരുന്ന അവസ്ഥാവിശേഷം സംജാതമാണ്. അതുകൊണ്ട് മാർക്സും എംഗൽസും തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. അതിനൊരു വലിയ ചരിത്രമുണ്ട്, വളരെ പഠിക്കേണ്ടുന്നൊരു ചരിത്രമുണ്ട്. അതുമാത്രമല്ല, അവർ കേവലം തത്വചിന്തകർ എന്ന നിലയിൽ സിദ്ധാന്തം പറഞ്ഞ് നടക്കുന്നവരും പ്രസംഗങ്ങൾ കേൾപ്പിച്ച് നടക്കുന്നവരും മാത്രമായിരുന്നില്ല എന്ന് പറഞ്ഞു. തൊഴിലാളി വർഗ സംഘടന കെട്ടിപ്പടുക്കുവാനുള്ള ആലോചനകൾ അവർ തുടങ്ങി. അതേസമയം തന്നെ ഈ ഉയർന്നു വരുന്ന സോഷ്യലിസ്റ്റ് തിയറി രൂപപ്പെടുത്തിയെടുക്കാനും മൂർച്ച ചെയ്തെടുക്കാനും അവർ പരിശ്രമം ആരംഭിച്ചു. തുടക്കത്തിൽ സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങൾ ഏറെയും സാങ്കല്പികമായിരുന്നു. നിരവധി ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ സോഷ്യലിസ്റ്റ് സങ്കല്പത്തെ വളർത്തിയെടുക്കാൻ ഉണ്ടായി. റോബർട്ട് ഓവൻ ഇംഗ്ലണ്ടിൽ, ഫൂറിയർ ഫ്രാൻസിൽ, സെയിൻറ്റ് സൈമൺ, ഇങ്ങനെ ചില ശ്രദ്ധേയരായ സോഷ്യലിസ്റ്റുകൾ അവരുടേതായ രീതിയിൽ ചില സോഷ്യലിസ്റ്റ് സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുവാൻ പരിശ്രമിച്ചു. പക്ഷെ നടക്കുമായിരുന്നില്ല. കാരണം വസ്തുനിഷ്ഠമായി അവരുടെ സമയത്ത് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഉട്ടോപ്പിയൻ സോഷ്യലിസത്തിൻ്റെ സ്ഥാനത്ത്, സങ്കല്പങ്ങളുടെ സ്ഥാനത്ത് മാർക്സ് യാഥാർത്ഥ്യങ്ങളെ സ്ഥാപിച്ചത്. സയൻറ്റിഫിക് സോഷ്യലിസം. അദ്ദേഹം പറഞ്ഞു, വർഗസമരത്തെ അടിസ്ഥാനപ്പെടുത്തിയേ സോഷ്യലിസം എന്ന ഒരു തലത്തിലേക്ക് പോകാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന ആദ്യ തൊഴിലാളി സംഘടനയുടെ പ്രഖ്യാപനമായി അതിനകം പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അതിൽ തൊഴിലാളി വർഗത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റുകളുടെയും പ്രഖ്യാപനം നടന്നിരുന്നു. അവരൊന്നും മറച്ചു വച്ചില്ല. അവർ പരസ്യമായി പ്രഖ്യാപിച്ചു, തൊഴിലാളി വർഗം പരിശ്രമിക്കുന്നത് അധികാരത്തിന് വേണ്ടിയാണ്. ബൂർഷ്വാസി ഇല്ലാതാക്കിക്കളയുന്ന സാമൂഹ്യ സമ്പത്താകെ സമൂഹത്തിന് മുഴുവൻ പ്രയോജനീഭവിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വിതരണ സംവിധാനം നടത്താൻ കഴിയുന്ന രീതിയിൽ തൊഴിലാളി വർഗം അധികാരമേറാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തൊഴിലാളി വർഗ സംഘടനകൾ
യൂറോപ്പിൽ ഓരോ രാജ്യത്തും രൂപപ്പെടാൻ തുടങ്ങി. ഒരുപക്ഷെ അമേരിക്കയിൽ രൂപപ്പെടാൻ തുടങ്ങി. ഒരുപക്ഷെ മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ജീവിതകാലത്ത് തന്നെ ഒരു വലിയ പ്രസ്ഥാനമായി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം മാറി എന്ന് മാത്രമല്ല, മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും മരണശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റഷ്യയിൽ മഹാനായ ലെനിൻ്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ ഒരു ചരിത്ര പ്രക്രിയയിലൂടെ റഷ്യൻ തൊഴിലാളി വർഗം അധികാരം കൈക്കലാക്കി. പിന്നീട് ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും നേതൃത്വത്തിൽ നാം കാണുന്നത് യൂറോപ്പിലെ ഏറ്റവും പിന്നാക്കം കിടന്നിരുന്ന ഒരു രാജ്യം സോഷ്യലിസ്റ്റ് പന്ഥാവിലൂടെ മുന്നേറുന്നതാണ്. കേവലമായ മുന്നേറ്റം മാത്രമല്ല, സോഷ്യലിസ്റ്റ് മുതലാളിത്തത്തിൽ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന, നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന അതീവ ദയനീയമായ ജീവിതാവസ്ഥകളെ മുഴുവൻ ഇല്ലാതാക്കി ഉജ്ജ്വലമായ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ CPSU ബോൾഷെവിക് എന്ന അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സാധിച്ചു. പട്ടിണി ദൂരീകരിച്ചു, തൊഴിലില്ലായ്മ ഇല്ലാതാക്കി, ആരോഗ്യമുള്ളൊരു ജനതയെ സൃഷ്ടിച്ചു, സംസ്കാരം ഉയർത്തിയെടുത്തു, എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കി. അവിടെ ഉൽപാദന ശക്തികളെ ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും നേതൃത്വത്തിൽ യഥാവിധി ഏകോപിപ്പിച്ച് ഉജ്ജ്വലമായി നടത്തിയ ഒരു സോഷ്യലിസ്റ്റ് വിതരണ സമ്പ്രദായത്തിലൂടെ സമാന്തരമായി തന്നെ അവിടെ ഉയർത്തിയെടുത്തൊരു വലിയ സാംസ്കാരിക മുന്നേറ്റത്തിലൂടെ എങ്ങനെയാണ് സോഷ്യലിസം ഈ മുതലാളിത്തം സൃഷ്ടിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുക എന്ന് അതിലൂടെ കാട്ടിക്കൊടുത്തു എന്ന് മാത്രമല്ല. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ചൈനയിലും ഇതുപോലെ വിപ്ലവം ഉണ്ടായി. സോഷ്യലിസ്റ്റ്, അത് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ സഖാവ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ ഒരു ദേശാഭിമാന ചെറുത്തുനിൽപ്പിലൂടെ ഫാസിസ്റ്റ് പടയെ പരാജയപ്പെടുത്തുന്നതിൽ ലോക തൊഴിലാളി വർഗത്തിന് നേതൃത്വം നൽകി സോവിയറ്റ് യൂണിയൻ. അതെല്ലാം ചരിത്രമാണ്. മാർക്സിൻ്റെ ജീവിതം കൊണ്ട് രചിച്ച ഒരു വലിയ തൊഴിലാളി വർഗ മുന്നേറ്റം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വിജയങ്ങളുടെ കഥ. പക്ഷേ ഇന്ന് നാം മാർക്സിൻ്റെ ജന്മദിനം കൊണ്ടാടുമ്പോൾ മറ്റൊരു യാഥാർത്ഥ്യവുമുണ്ട്. വിജയങ്ങളുടെ കുറേ പതിറ്റാണ്ടുകൾക്ക് ശേഷം തൊഴിലാളി വർഗ നേതൃത്വത്തിന് പറ്റിയ അപജയം മൂലം ഇന്ന് മുതലാളിത്തം സോഷ്യലിസത്തിനു മേൽക്കൈ നേടുന്നതിൽ വിജയിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഈ സോവിയറ്റ് യൂണിയനിലും ചൈനയിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം ഉൾപ്പെടെ സോഷ്യലിസത്തിന് തിരിച്ചടിയേറ്റു. വീണ്ടും മുതലാളി വർഗം അധികാരം തിരികെ പിടിച്ചു. പക്ഷേ അവിടെയെല്ലാം മുതലാളിത്തം പുനഃസ്ഥാപിക്കപ്പെട്ടു എങ്കിലും അത് സന്തോഷകരമായ ഒരവസ്ഥ ആർക്കും സൃഷ്ടിച്ചിട്ടില്ല.
ആർക്കും. തൊഴിലാളി വർഗത്തിന് തീരെയില്ല. ഇന്ന് ഈ തിരിച്ചുപോക്കുണ്ടായി ഏതാനും പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം തൊഴിലാളികളും സാധാരണ ജനങ്ങളും വിലപിച്ചുകൊണ്ടിരിക്കുന്നു. അഹോ, സോഷ്യലിസമായിരുന്നു മേൽ. അവിടെയെല്ലാം വീണ്ടും വിചാരം വന്നുകൊണ്ടിരിക്കുന്നു. മറിച്ച് മുതലാളിത്ത സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കാകട്ടെ, ലോകത്തും അവരുടെ രാജ്യങ്ങളിലും അവരുടെ സമ്പദ്ഘടന സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നത്തിനും യാതൊരുവിധ പരിഹാരവും നൽകാനില്ല. സത്യത്തിൽ ഇപ്പോഴത്തെ ഈ കൊറോണ സാഹചര്യം, കോവിഡ് കൊണ്ട് ലോകമാസകലം ഞെരിഞ്ഞമരുമ്പോൾ വലിയ സാമ്രാജ്യത്വ രാജ്യങ്ങൾ, വലിയ സൈനിക ശേഷിയുള്ള രാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിലവിളിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തെയും മസ്തിഷ്കത്തെയും എല്ലാം ചരക്കാക്കി കമ്പോളത്തിന് വയ്ക്കുന്ന പുതിയ മുതലാളിത്ത ഹീനത താരെയും വിടുന്നില്ല, തൊഴിലാളികളെയും വിടുന്നില്ല, മുതലാളിമാരെയും വിടുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ന് ലോകത്തെ വീണ്ടും വീണ്ടും അതിൻ്റെ കമ്പോളങ്ങൾ വിഭജിക്കുവാൻ മുതലാളിത്തം സാമ്രാജ്യത്വമായി വളർന്ന് പഴയ കോളനി വാഴ്ചയ്ക്ക് പകരം മൂലധനത്തിൻ്റെ ആധിപത്യം എവിടെയും നടത്തുവാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ ഫലത്തിൽ ലോകത്തെ ആകെ തൊഴിലാളികളെയും പാവപ്പെട്ടവനെയും ചൂഷണത്തിൻ്റെ കുരുക്കിൽപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗം വീണ്ടും ശക്തമായി മാർക്സിസത്തെ തന്നെ ആശ്രയിച്ച് സംഘടിക്കേണ്ടുന്ന സമയമാണ്. ഇവിടെയാണ് മാർക്സിൻ്റെ പ്രസക്തി വീണ്ടും വരുന്നത്. ഇന്ത്യയിൽ ഈ മാർക്സിനെ മനസ്സിലാക്കാൻ അധികം പേർക്ക് കഴിഞ്ഞില്ല എന്നതൊരു ഖേദകരമായ കാര്യമാണ്. മാർക്സ് ഒരിക്കലും ഒരു അലസതയുടെ ആളല്ല, അഥവാ ഒരു മാൻ ഓഫ് ആക്ഷനാണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെയാണ്. സത്യത്തിൽ മാർക്സിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത മറ്റെല്ലാ തത്വചിന്തകളും ലോകത്തെ വ്യാഖ്യാനിക്കുന്ന തത്വചിന്തകളാണ്. പക്ഷെ മാർക്സിസം ലോകത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെടുന്ന ഒരു തത്വചിന്തയാണ്. അതുകൊണ്ട് പ്രവൃത്തിയും സിദ്ധാന്തവും തമ്മിലുള്ള ദ്വന്ദ്വാത്മകമായ ബന്ധത്തെ ഇത്രമേൽ മനോഹരമായി ആവിഷ്കരിക്കുകയും ഇത്രമേൽ അതിൻ്റെ പ്രയോഗം ഭംഗിയായി നടത്തുകയും ചെയ്യുന്നു ഒരു തത്വചിന്ത വേറെയില്ല. സിദ്ധാന്തവും പ്രയോഗവും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുത്തി എടുക്കണം എന്ന ലക്ഷ്യത്തോടെ സഖാവ് ശിവദാസ് ഘോഷിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് പുതിയൊരു സംരംഭമുണ്ടായി. CPI എന്ന പ്രസ്ഥാനത്തിന് അന്ന്
ശരിയായ രീതിയിൽ ഇന്ത്യൻ മണ്ണിൽ ഈ കമ്മ്യൂണിസ്റ്റ് ദർശനം സ്ഥാപിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് സഖാവ് ശിവദാസ് ഘോഷ് മനസ്സിലാക്കി. അവരതിന് പരിശ്രമിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർക്ക് മാർക്സിസത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന നാമത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയെങ്കിലും യഥാർത്ഥത്തിൽ ആ പാർട്ടി ഒരു പെറ്റി ബൂർഷ്വാ പാർട്ടിയായി നിന്നതേ ഉള്ളൂ. പിൽക്കാലത്താകട്ടെ സ്വതന്ത്ര ഭാരതത്തിൽ ആത്യന്തികമായി ആ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടിയായി അധപ്പതിക്കുകയും ചെയ്തു. അവിടെ ഇന്ത്യൻ മണ്ണിലെ മുതലാളിത്ത വിരുദ്ധ സോഷ്യലിസ്റ്റ് മുന്നേറ്റം ലക്ഷ്യം വെച്ച് അതിനുവേണ്ടിയുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി ജനാധിപത്യ സമരങ്ങളുടെ ആധാര ശിലയിൽ രാഷ്ട്രീയം വളർത്തിയെടുത്തുകൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കുവാനുള്ള പരിശ്രമം നടത്തുന്ന ഒരേ ഒരു പാർട്ടി SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. സഖാവ് ശിവദാസ് ഘോഷ് മറ്റൊരു ചോദ്യത്തിനും കൂടി ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഈ പാർട്ടി ഇവിടെ സ്ഥാപിച്ചത്. ഇപ്പോഴും ആ ചോദ്യമുണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിസം ഒരു വൈദേശിക തത്വചിന്തയല്ലേ എന്ന്. ജർമ്മൻ തത്വചിന്ത, ജർമ്മനിക്കാരനെ എടുത്തിരിക്കുന്നു. ഇത് ശാസ്ത്രവും തത്വചിന്തയും എവിടെ ഉദിക്കുന്നു എന്നതല്ല പ്രധാനം. ന്യൂട്ടൺ വൈദേശികനാണ്, ഐൻസ്റ്റീൻ വിദേശിയാണ്, ഡാർവിൻ വിദേശിയാണ്. എത്രയോ ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്ന ഉജ്ജ്വലരായ ശാസ്ത്രജ്ഞനാണ് CV രാമൻ, ജഗദീഷ് ചന്ദ്ര ബോസ്, ഇങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാർ അവരുടെ സിദ്ധാന്തങ്ങളെ ലോകം മുഴുവൻ അംഗീകരിക്കുന്നില്ല. അതുപോലെ മറ്റ് ശാസ്ത്രജ്ഞന്മാരുടെ സിദ്ധാന്തങ്ങളെ നമ്മളും അംഗീകരിക്കുന്നു. തത്വചിന്തയുടെ കാര്യവും അതുപോലെ തന്നെ. ഇന്ത്യയിൽ സ്വീകരിക്കാവുന്ന തത്വചിന്തകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നാം സ്വീകരിക്കുക തന്നെ ചെയ്യണം. പക്ഷെ ഇല്ല, കാലഘട്ടം പോലും വ്യത്യസ്തമല്ലേ. നിങ്ങളാലോചിച്ചു, യൂറോപ്പ് സംഗതിവശാൽ ചരിത്രത്തിൽ ഏറ്റവും അധികം അഡ്വാൻസ് ചെയ്ത് വന്ന മേഖലയാണ് മനുഷ്യ രാശി. ഏറ്റവും ഉയർന്ന ചിന്ത അവിടെ നിന്ന് ആദ്യമുണ്ടായി. ശാസ്ത്രം അവിടെ വളർന്നു. ആ ശാസ്ത്രങ്ങളെയും ചിന്തകളെയും ചരിത്രത്തിൻ്റെ പരിമിതി കൊണ്ട് തന്നെ നാം ഭാരതീയർക്ക് പിന്നാലെ എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ കിട്ടിയ ഉടൻ തന്നെ നമ്മളത് സ്വാംശീകരിച്ച് ആയുധസജ്ജരായി മുന്നിട്ടിറങ്ങി. സ്വാതന്ത്ര്യ സമരത്തിൽ അതിൻ്റെ ചലനങ്ങളും കാണുവാനുള്ള പ്രയത്നങ്ങളിൽ കൂടുതൽ ആഴ്ന്നിറങ്ങാം. മാർക്സിൻ്റെ കുടുംബജീവിതം സമർപ്പിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ദാരിദ്ര്യം മൂലം, അസുഖം മാറ്റാനുള്ള പണം കയ്യിലില്ലാത്തത് മൂലം ഒക്കെ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട്, മരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്, മരണപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജെന്നി അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് ആ കാലത്ത് പോരാടിയ ആളാണ്. അവർ പൊതുരംഗത്ത് പോരാടിയില്ലെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ സഖാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ, ജീവിച്ചിരുന്ന മക്കൾ 3 പേർ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ
സജീവ പ്രവർത്തകരായിരുന്നു അവരുടെ ഭർത്താക്കന്മാർ. അവർക്ക് മാർക്സിന് പൊതുജീവിതവും സംഘടനാ ജീവിതവും തമ്മിൽ വ്യത്യാസമേ ഉണ്ടായിരുന്നില്ല. ഒരു പുതിയ കൾച്ചർ, തൊഴിലാളി വർഗ സംസ്കാരം അദ്ദേഹം വളർത്തി കാണിച്ചു, അതിൻ്റെ ഉദാഹരണമായി മാറി. എന്തായാലും ശരി, മാർക്സിസമാണ് നാം ഭാരതീയരുടെയും തത്വചിന്ത. അതുപോലെ തന്നെ ലോകമുള്ള എല്ലാ സ്ഥലത്തും, ലോകത്തുള്ള എല്ലാ മേഖലകളിലും ഇന്നും ഈ മാർക്സിസം തിരിച്ചടിക്കപ്പെട്ടു എന്നുള്ള വലിയൊരു പ്രചരണം നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ അതിൽ കുറേ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ അടുത്ത കാലത്തായി അത്ര സന്തോഷമില്ല. എങ്കിലും ഇന്ന് സുഭദ്രമായ സുഘടിതമായ ഒരു ചിന്ത പദ്ധതി മാർക്സിസം ലെനിനിസത്തിൻ്റേതായി ഉള്ളൂ. മാർക്സിസമാകട്ടെ മാർക്സിസത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട ഒരു തത്വചിന്തയുമല്ല. ലോകം മുന്നേറുന്നതനുസരിച്ച്, ചിന്ത മുന്നേറുന്നതനുസരിച്ച്, പ്രപഞ്ചം മുന്നേറുന്നതനുസരിച്ച് ഈ തത്വചിന്തയ്ക്കും ആനുപാതികമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു തത്വചിന്തയാണ്. അതുകൊണ്ടാണ് മാർക്സ് ഏംഗൽസിൻ്റെ കാലഘട്ടത്തിന് ശേഷം ലെനിൻ ആ തത്വചിന്തയെ വളർത്തി, തുടർന്ന് സ്റ്റാലിൻ ആ തത്വചിന്തയെ വളർത്തി, തുടർന്ന് മാവോയിസ്റ്റും ആ തത്വചിന്തയും വളർത്തി. ഇന്ത്യയിൽ സഖാവ് ശിവദാസ് ഘോഷ് ആ തത്വചിന്തയെ വളർത്തി. ഇനിയും ഇതിൻ്റെ പ്രയാണത്തിൽ പുതിയ പുതിയ മനുഷ്യർ, പുതിയ പുതിയ തത്വചിന്തകർ, പുതിയ പുതിയ നേതൃത്വം സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. മാർക്സിനും അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കും മരണമുണ്ടാകുക സാധ്യമല്ല. കാൾ മാർക്സിന് വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.